വചനം 172. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, കുലു, നിങ്ങൾ തിന്നുവിൻ, മിൻ ത്വയ്യിബാതി, നല്ലവയിൽ നിന്ന്, വിശിഷ്ടമായവയിൽ നിന്ന്, മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള, വഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുവിൻ, ലില്ലാഹി, അല്ലാഹുവിനോട്, ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, ഇയ്യാഹു, അവനെ തന്നെ, തഅ്ബുദൂൻ, ആരാധിക്കുന്നു. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുവീൻ. നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ അവനെ തന്നെയാണ് ആരാധിക്കുന്നതെങ്കിൽ. വചനം 172 വിശദീകരണം. മനുഷ്യരെ പൊതുവിൽ സംബോധന ചെയ്തുകൊണ്ട് ഭൂവിഭവങ്ങളിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായ വസ്തുക്കളെ ഭക്ഷിച്ചുകൊള്ളുവീൻ എന്ന് 168 വചനത്തിൽ പ്രസ്താവിച്ചു. സത്യവിശ്വാസികളെ പ്രത്യേകം സംബോധന ചെയ്തുകൊണ്ട് അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളെ ഭക്ഷിച്ചുകൊള്ളുവാൻ ഈ വചനത്തിൽ വീണ്ടും കൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആ കൽപ്പനയോടൊപ്പം അള്ളാഹു അനുവദിച്ചു തന്ന ചില വസ്തുക്കളെ നിഷിദ്ധമാക്കുക പോലുള്ള പൈശാചിക സമ്പ്രദായങ്ങളെക്കുറിച്ച് താക്കീതും ചെയ്യുകയുണ്ടായി. ഇവിടെ ആ കൽപ്പനയോടനുബന്ധിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവന് നന്ദിയും ചെയ്യണം എന്നത്രേ. അവിടെ കുലൂ മിമ്മാ ഫില്ലർദി ഹലാലൻ ത്വയ്യിബ, അഥവാ ഭൂമിയിലുള്ള വസ്തുക്കളിൽ അനുവദനീയവും വിശിഷ്ടവുമായത് തിന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ കുലൂമിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശുദ്ധ വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുവീൻ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ അനുവദനീയമായത് ഹലാൽ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിട്ടില്ല. അവിടുത്തെ ആഭിമുഖ്യം വിശ്വാസികളും അവിശ്വാസികളുമടക്കം എല്ലാ മനുഷ്യരോടും ഇവിടുത്തെ ആഭിമുഖ്യം സത്യവിശ്വാസികളോട് മാത്രവുമായതാണ് ഇതിന് കാരണം. അള്ളാഹു അനുവദനീയമാക്കിയതെല്ലാം അനുവദനീയവും അള്ളാഹു നിഷിദ്ധമാക്കിയത് മാത്രം നിഷിദ്ധവുമാക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. അവർ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയും ചെയ്യുകയുള്ളൂ. എന്നിരിക്കെ അവരോട് വിശിഷ്ടമായ വസ്തുക്കൾ ഭക്ഷിക്കണമെന്നും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനോട് നന്ദി കാണിക്കണമെന്നും കൽപ്പിക്കുന്നതിൽ ചില സൂചനകൾ അടങ്ങിയിട്ടുള്ളതായി കാണാം. ബാഹ്യദൃഷ്ട്യാ അനുവദനീയമാണെന്ന് തോന്നാമെങ്കിലും താഴെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാവുന്നതുപോലെ ഏതെങ്കിലും വിധേനയുള്ള സംശയത്തിൻ്റെയോ പാപത്തിൻ്റെയോ കലർപ്പിൽ നിന്നുകൂടി ആ വസ്തുക്കൾ ശുദ്ധമായിരിക്കുവാൻ സത്യവിശ്വാസികൾ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു വരുന്നവരായ സ്ഥിതിക്ക് അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവനോട് സദാ നന്ദിയുള്ളവരും കൂടിയായിരിക്കേണ്ടതുണ്ടെന്നും മറ്റുമാണ് ആ സൂചനകൾ. മനുഷ്യരെ പൊതുവിലും സത്യവിശ്വാസികളെ പ്രത്യേകമായും അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഈ കൽപ്പന അള്ളാഹുവിൻ്റെ റസൂലുകളെ സംബോധന ചെയ്തുകൊണ്ടും മറ്റൊരിടത്ത് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് കാണാം. അള്ളാഹു പറയുന്നു, യാ അയ്യുഹർ റുസുൽ കുലൂ മിൻ ത്വയ്യിബാതി വഅ്മലൂ സാലിഹ ഇന്നി ബിമാ തഅ്മലൂന അലീം. ഹേ റസൂലുകളെ, നിങ്ങൾ വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുവീൻ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഞാൻ അറിയുന്നവനാണ്. സൂറത്തുൽ മുഅ്മിനൂൻ വചനം 51. ഇവിടെയും അനുവദനീയമായത് എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. സത്യവിശ്വാസികളോട് നന്ദി ചെയ്യുവീൻ എന്ന് കൽപ്പിച്ചതിൻ്റെ സ്ഥാനത്ത് ഇവിടെ സൽക്കർമ്മം പ്രവർത്തിക്കുവീൻ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ വിഷയം തന്നെയാണെങ്കിലും അത് ആരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നുവോ അവരുടെ സ്ഥിതിഗതികൾ കണക്കിലെടുത്തുകൊണ്ട് അവതരിപ്പിക്കലും അവരോട് യോജിച്ച ചില നിർദ്ദേശങ്ങളും സൂചനകളും അതോടൊപ്പം നൽകലും ഖുർആന്റെ പതിവാകുന്നു. ബാഹ്യാവസ്ഥ നോക്കുമ്പോൾ നിയമാനുസൃതമാകാമെങ്കിലും യഥാർത്ഥത്തിൽ വല്ല ദോഷവും കലർന്നിരിക്കുവാൻ ഇടയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കേണ്ടതാണെന്ന് മുകളിൽ സൂചിപ്പിച്ചുവല്ലോ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യവസ്തുക്കളിൽ മാത്രമല്ല എല്ലാ വസ്തുക്കളിലും ഇത് ഗൗനിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു, നിശ്ചയമായും അള്ളാഹു വിശിഷ്ടനാകുന്നു, വിശിഷ്ടമായതല്ലാതെ അവൻ സ്വീകരിക്കുകയുമില്ല. റസൂലുകളോട് കൽപ്പിച്ച പ്രകാരം തന്നെ അള്ളാഹു സത്യവിശ്വാസികളോടും കൽപ്പിച്ചിരിക്കുന്നു. അതായത് റസൂലുകളോട് അവൻ പറഞ്ഞു, യാ അയ്യുഹർ റുസുൽ കുലൂ മിൻ ത്വയ്യിബാത്, ഹേ റസൂലുകളെ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുവീൻ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവീൻ എന്ന്. സത്യവിശ്വാസികളോട് അവൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു
കുലൂമിൻ ത്വയ്യിബാത്ത്, ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുവീൻ എന്നും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നു, ജടമുടിയും പൊടിയാടിയും കൊണ്ട് മനുഷ്യൻ ദീർഘയാത്ര ചെയ്യും. അവൻ്റെ ഭക്ഷണമാകട്ടെ, അവൻ്റെ പാനീയമാകട്ടെ, അവൻ്റെ വസ്ത്രമാകട്ടെ ഹറാമും അഥവാ നിഷിദ്ധവുമായിരിക്കും. അവൻ അന്നമൂട്ടി വളർത്തപ്പെട്ടിരിക്കുന്നതും ഹറാമു കൊണ്ടായിരിക്കും. അവൻ ആകാശത്തേക്ക് എൻ്റെ റബ്ബേ എന്ന് കൈനീട്ടും. അപ്പോൾ അതിന് എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക? അഹ്മദ്, മുസ്ലിം, തിർമുദി.